رسول الله ما دعا لله داعي يا حبيب الله എന്ന് ത്വലഅൽ ബദർ ചൊല്ലുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് ഇങ്ങനെ കേൾക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരീക്ഷണങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുമ്പോ ഉസ്താദേ ക്ഷമിക്കാൻ പറ്റുന്നില്ല, ക്ഷമ കിട്ടുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, വേണ്ടാത്ത എന്തൊക്കെയോ ചിന്തിച്ചു പോവുകയാ, എന്തൊക്കെയോ ആലോചിച്ചു പോവുകയാ, ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സ്വലാത്ത് മുറുകെ പിടിച്ചോ, സ്വലാത്ത് മുറുകെ പിടിച്ചോ. ഈമാൻ നഷ്ടപ്പെടുകയില്ല, മനസ്സ് പതറിപ്പോവുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുനിങ്ങളെ ചിന്തിച്ചോ, പരീക്ഷണങ്ങൾ അള്ളാഹു രണ്ട് രൂപത്തിലാ പടച്ചത്. ഒന്ന്, സ്വാലിഹീങ്ങളായ ഹറാമൊന്നും ചെയ്യാതെ നല്ലോനായി ജീവിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നുണ്ടോ? പേടിക്കണ്ട, പടച്ച റബ്ബ് നമ്മളെ കബൂലാക്കി തുടങ്ങി, അള്ളാഹു നമ്മളെ സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം എന്റെ സൂറത്ത് മുൽക്കില്, തബാറക സൂറത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തില് പറഞ്ഞതെന്താ? അല്ലദീ ഖലഖൽ الموت والحياة ليبلوكم أيكم أحسن عملا. എന്തിനാ പടച്ചതമ്പുരാന് മരണം കൊണ്ട്, രോഗം കൊണ്ട്, ജന്മം കൊണ്ട്, ജീവിതം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതെന്നറിയോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമലെടുക്കുന്നവനാരെന്നറിയാൻ വേണ്ടിയാണ്. ഏറ്റവും നല്ല അമലെടുക്കുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചറപ്പ് വിഷമം തരുന്നത്, പ്രയാസം വരുന്നത്. അതുകൊണ്ട് നല്ല മനുഷ്യന്മാരെ അള്ളാഹു വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, പടച്ചവനെ ഞാൻ 5 നേരം നിസ്കരിച്ചിരിക്കുന്നുണ്ട്, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇബാദത്ത് എടുക്കുന്നുണ്ട്, എന്നിട്ട് എന്തിനാ യജമാനനായ റബ്ബേ എന്നെ ഈ കോലത്തിൽ പരീക്ഷിക്കുന്നു എന്ന് വിചാരിക്കണ്ട, എന്ന് ചിന്തിക്കണ്ട. കാരണം എന്തിനാന്നറിയോ? ഒരു വെള്ള വസ്ത്രത്തിൽ അഴുക്കായാലും ആ വെള്ള വസ്ത്രം ഒന്ന് ശുദ്ധിയായി കിട്ടാൻ നമ്മളൊരു 10-20 മിനിറ്റ് സർഫിലിട്ട് വെച്ച്, പിന്നെ അത് നമ്മൾ അലക്ക് മെഷീനിൽ അലക്കൂല, നമ്മൾ കല്ലിലാണ് അലക്കുക, അല്ലെ? കുറച്ച് ഒരെണ്ണ കല്ലിൽ ഉരച്ച് അലക്കി അതിനെ വെയിലത്തിട്ട് ഉണക്കി നല്ല ഇസ്തിരി ഇട്ട് അതൊന്ന് ചൂടാക്കി അയൺ ചെയ്തെടുക്കുമ്പോ ആ വസ്ത്രം നല്ല ഫ്രഷ് ആകും. എന്ന പോലെ നമ്മൾ വെള്ളയായ, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരായിട്ടും അള്ളാഹു പരീക്ഷിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ കുത്തുകൾ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് കഴുകി ശുദ്ധീകരിച്ചിട്ട് നേരെ പടച്ച തമ്പുരാൻ സ്വർഗത്തിലേക്ക് അങ്ങ് പാസ് തരാനാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. കാരണം എന്താണെന്നറിയോ? ലോകത്ത് അല്ലാഹു പടച്ച പടപ്പുകളിൽ വെച്ച് ഏറ്റവും മഹബ്ബത്ത് വെച്ചത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുത്തുനബിയെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലേ, അങ്ങേക്ക് വേണ്ടിയല്ലാതെ ഈ അണ്ടകടാഹത്തിലെ ഒരു വസ്തുവിനെയും ഞാൻ പടച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഈ പ്രപഞ്ചത്തെ, ഇതിലെ സർവ്വസാരസ്യങ്ങളെ എല്ലാം പടച്ച തമ്പുരാൻ പടച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അല്ലാഹു ഏറ്റവും മഹബ്ബത്ത് വെച്ചത് റസൂലുള്ളാഹിനെ ആണെങ്കിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു മഹബ്ബത്ത് വെച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പരീക്ഷിച്ചതും മുത്തുനബിയെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദുൻ നാസി ബലാൻ അൽ അംബിയാ. റസൂലുള്ളാഹി പറയുകയാണ്,
മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നത് അത് അംബിയാ മുർസലീങ്ങളാണ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിക്കേണ്ടി വരുന്നത് അത് അംബിയാ മുർസലീങ്ങളാണ്. ആ പ്രവാചകന്മാരെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ചത് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയെ പരീക്ഷിച്ചത്? ഒന്നാമത്തെ പരീക്ഷണം ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചിട്ടാണ്. ഒന്നാമത്തെ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത് ഉമ്മായുടെ ഗർഭാശയത്തിൽ വെച്ചിട്ടാണ്. കാരണം ജനിക്കുന്നതിന്റെ 6 മാസം മുമ്പേ ഉപ്പ മരണപ്പെട്ടു പോയി. ജനിച്ചത് യതീമായിട്ടാണ്. ജനിച്ചത് യതീമായിട്ട്. ഒന്നാമത്തെ പരീക്ഷണം. രണ്ടാമത്തതോ ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായമാണല്ലോ. 6-ാമത്തെ വയസ്സ്. 6-ാമത്തെ വയസ്സിൽ അബവാഹിന്റെ തീരത്ത് വെച്ചുകൊണ്ട് ഉമ്മയും മരണപ്പെട്ടു പോയി. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി ജനിച്ചു. പിന്നെയോ 6-ാമത്തെ വയസ്സിൽ വാപ്പ മരണപ്പെട്ടു പോയി. 8-ാമത്തെ വയസ്സിലെ വളർത്ത് താങ്ങും തണലുമായി കൂടെ നിന്ന വല്യപ്പയും മരണപ്പെട്ടു പോയി. പിന്നെയോ പിന്നീട് 25-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട ഭാര്യയായി കടന്നു വന്നു. പക്ഷേ ആ ജീവിതയാത്ര മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. കൂടെ ഉണ്ടായിരുന്ന എളാപ്പയായ അബൂ ത്വാലിബും മരണപ്പെട്ടു പോയി. ദുഃഖങ്ങളുടെ ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളാണ് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചത്. മാത്രമല്ല ജനിച്ച എല്ലാ ആൺമക്കളും മരണപ്പെട്ടു പോയില്ലേ? എല്ലാ ആൺമക്കളെയും നോക്കി നിൽക്കേ ഖബറടക്കേണ്ടി വന്നില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് 2 പെൺമക്കളെ ഖബറിലേക്ക് ഇറക്കി വെച്ചു മണ്ണിട്ട് മൂടേണ്ടി വന്ന ഒരു പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ നിങ്ങള് വാപ്പയില്ല, ഉമ്മയില്ല, വല്ലിപ്പ മരണപ്പെട്ടു, സംരക്ഷകനായ എളാപ്പ മരണപ്പെട്ടു, താങ്ങും തണലുമായ ഖദീജ മരണപ്പെട്ടു. മലഞ്ചെരുവിൽ വർഷങ്ങളോളം താമസിക്കേണ്ടി വന്നു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പച്ചപ്പുല്ല് തിന്നേണ്ടി വന്നു. പിന്നെയോ എല്ലാ ആൺമക്കളെയും ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ട വന്ന വാപ്പ 2 പെൺമക്കളെ സ്വന്തം കൈകളെ കൊണ്ട് ഖബറിൽ കിടത്തേണ്ടി വന്ന വാപ്പ. ഏറ്റവും കൂടുതൽ പരീക്ഷണം അല്ലാഹു കൊടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. പക്ഷേ പരീക്ഷണത്തിന്റെ ഒരു ഭാഗത്തും അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനോട് വിഷമം പറഞ്ഞില്ല, അല്ലാഹുവിനോട് പരാതി പറഞ്ഞില്ല, അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞില്ല, ഒരിക്കൽ പോലും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരവിന്റെ ബഹുമാനത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിച്ചു. ഒരു പല്ലുവേദന വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു തലവേദന വരുമ്പോഴേക്ക് വജ്രാജാവായ തമ്പുരാനെ എന്തിനാ എന്നെ കോലത്തിൽ ഇടങ്ങാറാക്കുന്ന അല്ലാഹ്, ഈ കോലത്തിൽ പരീക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് റബ്ബേ എന്ന് പടച്ചോനോട് കുറ്റം പറയുന്ന ആളുകളാ നമ്മളിൽ പലരും അല്ലെ. പടച്ചോനോട് ആവലാതി പറയുന്ന, വേവലാതി പറയുന്ന ഈ പറയുന്നവനാവട്ടെ ഒരുപക്ഷെ അന്ന് സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഒന്നും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്നും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഓനാണ് നമ്മളെ അവസ്ഥ. അങ്ങനെയാണ്. അയലോകത്തെ വീട്ടിലെ കല്യാണം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ളുഹറും ഉണ്ടാവില്ല, അസ്റും ഉണ്ടാവില്ല, മഗ്രിബും ഉണ്ടാവില്ല. കല്യാണം കളിയാട്ടൊക്കെ കഴിഞ്ഞ് വരിയിലെത്തുന്ന ഇശാന്റെ സമയത്തായിരിക്കും. അപ്പൊ പിന്നെ അവരിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും ഇന്നിപ്പോ ളുഹറും അസ്റും മഗ്രിബൊന്നും ഇല്ല, ഇനിയിപ്പോ ഇശാ കൂടെ നിസ്കരിക്കാനാവില്ല, നാളെ കൂടെ കൂട്ടിയടിക്കാം എന്ന് പറഞ്ഞ ഒറ്റ കിടത്താം അല്ലെ.
അങ്ങനെയല്ലേ? ആണുങ്ങൾ പിന്നെയും കുറച്ചൊക്കെ എവിടെങ്കിലൊക്കെ പള്ളി ഉണ്ടോ നോക്കിയിട്ട് നിസ്കാരത്തെ കുറിച്ച് കുറച്ചൊക്കെ ഒരു ഓർമ്മയും ചിന്തയൊക്കെ ഉള്ള ആളുകൾ കേട്ടോ. എമ്മക്കാരിലെ പെണ്ണുങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്, കാരണം വല്ല പിരിവും കിട്ടണേ ഇപ്പം കേട്ടെന്ന് കിട്ടണോ? അതുകൊണ്ട് നിങ്ങളെ കുറിച്ചിട്ടല്ല, പുറത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആലോചിക്കണം. അന്ന് ളുഹുർ അസ്റൊന്നും നിസ്കരിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് ഓന കടന്നിട്ട് പറയുന്നത് സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അയ്യൂബ് നബി അലൈഹിസ്സലാം സുബ്ഹാന ജല്ല ജലാലു പടച്ച തമ്പുരാന് ആ പ്രവാചകനെ പരീക്ഷിച്ചത് എങ്ങനെയാ? നോക്കി നിൽക്കുക, മക്കള് മുഴുവനും വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്ട വീടിന്റെ അടിയിൽപ്പെട്ടിട്ട് മക്കളങ്ങ് മരിച്ചു. എല്ലാ മക്കളും ഒറ്റടിക്കങ്ങ് മരിച്ചു. പിന്നെയോ സർവ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയി. ഒട്ടകക്കൂട്ടങ്ങള് ഈ കാറ്റ് വന്നിട്ട് ചത്തൊടുങ്ങി പോയി. ചോളം കൃഷി ചെയ്യലായിരുന്നു. ആ ചോള കൃഷി